And now we are going to kinetic theory of gases. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പഠിക്കാനുള്ളത് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. അപ്പോൾ ഈ പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൈനറ്റിക് തിയറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്യാസസിനകത്തുള്ള മോളിക്യൂൾസിന് അത് മൂവ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അത് ബിഹേവ് ചെയ്യുന്ന ആ ഒരു മാനർ ഇതിനെയെല്ലാം കൂടെ ചേർത്ത് ഒരു തിയറി ബേസാക്കി ഇറക്കിയിരിക്കുന്നതാണ് ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഓൾ ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഐഡൻറ്റിക്കൽ ഇലാസ്റ്റിക് സ്പിയേഴ്സ്. അപ്പം ഇതിനകത്ത് പറയുന്നത് ഗ്യാസസ് എപ്പോഴും ഇലാസ്റ്റിക് സ്പിയേഴ്സ് എന്നാണ് ഐഡൻറ്റിക്കൽ ആൻഡ് ഇലാസ്റ്റിക് സ്പിയേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് എല്ലാ മോളിക്യൂൾസും ഒരേപോലെ ഒരേ സ്പെറിക്കൽ ഷേപ്പിലും ഐഡൻറ്റിക്കലായിട്ട് ഒരേപോലത്തെ മോളിക്യൂൾസുമായിട്ടാണ് ഇവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത് ദ മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസസ് ആർ ഡിഫറെൻറ്റ്. അപ്പം ഇപ്പോൾ ഓക്സിജൻ്റെ മോളിക്യൂൾസ് പോലെ ആയിരിക്കില്ല കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്യൂൾ, അല്ലെങ്കിൽ നൈട്രജൻ്റെ മോളിക്യൂൾ, അല്ലെങ്കിൽ ഹീലിയത്തിൻ്റെ മോളിക്യൂൾ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഓക്സിജൻ്റെ ആണെങ്കിൽ ഓക്സിജൻ്റെ മാത്രമാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ ഓക്സിജൻ്റെ എല്ലാം ഒരേപോലെ ആയിരിക്കും. പക്ഷേ നൈട്രജൻ്റെ എന്ന് പറയുമ്പം വേറെ മോഡലിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിലായിരിക്കും അവരുടെ അറേഞ്ച്മെൻറ്റും അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ രീതികളും ബിഹേവിയറൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഇപ്പം ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജനകത്തെ മോളിക്യൂൾസ് എല്ലാം ഐഡൻറ്റിക്കൽ ആയിരിക്കും, നൈട്രജൻ ആണെങ്കിൽ നൈട്രജനകത്തെ മോളിക്യൂൾസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡൻറ്റിക്കൽ ആയിരിക്കും. പക്ഷേ ഇവർ തമ്മിൽ എന്തായിരിക്കത്തില്ല, ഓക്സിജനും നൈട്രജനും അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയിരിക്കണം എന്നില്ല. ഇനി മൂന്നാമത്തേത് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ ഗ്യാസ് ഇസ് വെരി ലാർജ് ആൻഡ് ദ ആവറേജ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദം ഇസ് ലാർജർ ദാൻ ദ സൈസ് ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ്. അതായത് ഇവരുടെ തമ്മിലുള്ള ഇൻ്റർ മോളിക്കുലാർ സ്പേസ്, ഇവർ തമ്മിലുള്ള സ്പേസ് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തത് ദ മോളിക്യൂൾസ് ഓഫ് ദ ഗ്യാസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കണ്ടിന്യൂസ് റാൻഡം മോഷൻ. നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് കണ്ടിന്യൂസ് റാൻഡം മോഷനിലായിരിക്കും ആ ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അഞ്ചാമത്തത് ദ മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് വൺ അനദർ ആൻഡ് ഓൾസോ വിത്ത് ദ വോൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഇത് യൂഷ്വൽ ഗ്യാസസിൻ്റെ ബിഹേവിയർ നമ്മൾ പറയുന്ന ആ സെയിം കണ്ടീഷൻസും ആ സെയിം ബിഹേവിയറൊക്കെ തന്നെ അതിനകത്ത് പറയും. These collisions are perfectly elastic so that there is no loss of kinetic energy during collision. അപ്പോൾ നമ്മളിവിടെ പറയുന്നതൊരു ഐഡിയൽ കേസ് പോലെ നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടാണ് ഇവർ കൊളിഷൻ നടത്തുന്നത്. നമുക്കറിയാം റാൻഡം മോഷൻസ് നടക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ എന്തുണ്ടാകാം, കൊളിഷൻസ് നടക്കാം. അപ്പോൾ ഈ കൊളിഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് എന്ത് ടൈപ്പ് ഓഫ് കൊളിഷനാണെന്നാണ് പറയുന്നത്, ഇലാസ്റ്റിക് കൊളിഷനാണ്. അപ്പോൾ ഇലാസ്റ്റിക് കൊളിഷൻ്റെ അവിടെ എന്തൊക്കെ കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ദർ ഈസ് നോ ലോസ് ഓഫ് കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്. ഇനി ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻസ് എ മോളിക്യൂൾ മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഇവർ മൂവ് ചെയ്യുന്ന കൊളിഷൻസ് കഴിഞ്ഞാലും ഇവർ മൂവ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണെന്നാണ് പറയുന്നത്. The molecules do not exert any force of attraction or repulsion on each other except during collision. The molecules do not possess any potential energy and energy is wholly kinetic. അപ്പോൾ ഇവർ പറയുന്നത് ഒരു രണ്ട് മോളിക്യൂൾസ് ഇരിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ അട്രാക്ഷനോ റിപ്പൾഷനോ ഇല്ല, അൺലെസ് എപ്പോൾ മാത്രം കൊളിഷൻ നടക്കുന്ന സമയത്ത് മാത്രം അവർക്ക് ഇടയിൽ ഇതുണ്ടാകും. അല്ലാത്ത സമയത്ത് ഇവർ തമ്മിൽ അട്രാക്ഷനോ റിപ്പൾഷനോ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് വെച്ചിട്ട് ഐഡിയൽ കേസ് വെച്ചിട്ടാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ ഇതിൽ ചിലതൊക്കെ നമുക്ക് ഇതല്ല എന്നുള്ളത് പ്രൂവ് ചെയ്ത് നമുക്ക് പിന്നീട് വന്നിട്ടുണ്ട്. ചില ഇക്വേഷൻസിൽ നിന്നും ചില എക്സ്പെരിമെൻസിൽ നിന്നും ഒക്കെ നമുക്കത് പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്, ചില കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഇത് ഐഡിയൽ കേസ് എന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഇനി 9th വൺ, ദ കൊളിഷൻസ് ആർ ഇൻസ്റ്റൻറ്റേനിയസ്. അതായത് ഒരു കൊളിഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ലാഗ് വരുന്നില്ല. അപ്പോൾ അതായത് ഒരു ടൈം ലാഗ് ഇവർ തമ്മിൽ കൊളിഷൻ നടക്കുന്ന സമയത്ത് എന്തുണ്ടാകുന്നില്ല, ഒരു ടൈം ലാഗ് ഇല്ല. അവർ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടാണ് അവിടെ കൊളിഷൻ നടക്കുന്നതെന്ന് പറയാം. ദീസ് മോളിക്യൂൾസ് ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഈവൻ ദോ ദേ മൂവ് റാൻഡംലി. നമ്മൾ നേരത്തെ പറഞ്ഞു അവർ റാൻഡം മോഷനിലാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്ത് പ്രോപ്പർട്ടി അവർ അല്ലെങ്കിൽ എന്ത് ലോ ബിഹേവ് ചെയ്യുന്നുണ്ട്, ഒബേ ചെയ്യുന്നുണ്ട്, ന്യൂട്ടൺ ലോസ് അവർ ബിഹേവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ ആദ്യത്തെ പോസ്റ്റ്ലേറ്റ്സ് 10 ഉണ്ട്. അതിൽ മെയിനായിട്ടൊരു 6-7 എങ്കിലും പഠിച്ചിരിക്കുക. 7 പഠിച്ചിരുന്ന 5 നമുക്ക് എക്സാമിന് എഴുതാനുള്ള കിട്ടും. അപ്പം 10 അവരുടെ പോസ്റ്റ്ലേറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 10 പറയണം. പക്ഷേ നമുക്ക് മാർക്ക് അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഒരു 6-7 ഒക്കെ പഠിച്ചു വെക്കാം. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡിഗ്രി ഓഫ് ഫ്രീഡം.
ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതായിട്ടും എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ ഡിഗ്രി ഓഫ് ഫ്രീഡം. ചിലപ്പോൾ ചോദിക്കും ഇത്ര നമ്പർ ഓഫ് അല്ലെങ്കിൽ മോണോ അറ്റോമിക് ആയിട്ടുള്ളൊരു മോളിക്യൂളിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര ആണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആദ്യം എന്താ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് നോക്കാം. ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് ഇൻ വിച്ച് എ മോളിക്യൂൾ ഓഫ് ഗ്യാസ് ക്യാൻ മൂവ് ഈസ് കോൾഡ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. അതായത് ഒരു മോളിക്യൂളിന് മൂവ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള വേസ്, അതായത് ഒരു മോളിക്യൂൾ ആണെങ്കിൽ അതിന് ഏതൊക്കെ രീതിയിൽ മൂവ് ചെയ്യാം. അതിന് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യാം, വൈ ആക്സിസിൽ മൂവ് ചെയ്യാം, അത് കൂടാതെ ഏതും കൂടെ മൂവ് ചെയ്യാം, ഇസഡ് ആക്സിസിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഒരു ഒറ്റ പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന് എത്ര ഡയമെൻഷനിൽ അത് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എത്ര രീതിയിൽ അതിന് മൂവ് ചെയ്യാം? 3n മൂവ് ചെയ്യാം. അതായത് ഇതിന് ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന് എത്രയാണ്? 3 × 1, ദാറ്റ് ഈസ് 3 ആയിട്ട് നമുക്ക് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന് 3 ആക്സിസ് വീതം അതിന് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന് 3 ആക്സിസ്, അപ്പം 3 × 1 3 തന്നെ കിട്ടും. ഇനി അത് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയാലോ? അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു പാർട്ടിക്കിൾ തൊട്ടടുത്തുണ്ട്, അവൻ എങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും? അതിനെങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും? അതിന് ഇതേപോലെ y ഡയറക്ഷനിലും x ഡയറക്ഷനിലും z ഡയറക്ഷനിലും മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്ര വരും? 3 × 2 = 6 എന്ന് കിട്ടും. അപ്പോൾ ജനറലി നമ്മൾ എത്രയാണ് പറയുന്നത്? 3n ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഓൾവേസ് ഡിനോട്ടഡ് ആസ് 3n. The total number of possible independent significant ways in which a system can have energy. അതായത് നമ്മളിപ്പോൾ സിസ്റ്റം ഹാവ് എനർജി എന്ന് പറഞ്ഞാൽ അതിന് മൂവ് ചെയ്യാനുള്ള പോസിബിൾ ആയിട്ടുള്ള വേസ്, അതായത് കൈനറ്റിക് എനർജി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന പോസിബിൾ വേസിനാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം 3n ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നൊരു ഇക്വേഷനുണ്ട്, F = 3n - r എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ എഫ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനാണ് എഫ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. 3n എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു 3 ആക്സിസ് അല്ലെങ്കിൽ 3n എന്നുള്ളത് നമ്മളിപ്പോൾ എങ്ങനെ വന്നെന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി -r എന്നുള്ളൊരു പുതിയ ടേം വന്നു. ആദ്യം നമ്മൾ പഠിക്കണം, ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ഇത് എന്താ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. F = 3n - r. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞു ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു മോളിക്യൂള് അത് അതിന് മൂവ് ചെയ്യാനൊക്കെ പോസിബിൾ ആയിട്ടുള്ള വേസ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും 3n. നമുക്ക് കറക്റ്റായിട്ട് പറയാം 3n. പക്ഷേ ഞാൻ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്, എക്സ് ആക്സിസിൽ ഇതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുക. അതായത് ഒരു പാർട്ടിക്കിളിന് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ പിന്നെ ബാക്കി എത്രയേ പറ്റുള്ളൂ? വൈ ആക്സിസിലും മൂവ് ചെയ്യാം, ഇസഡ് ആക്സിസിലും അവന് മൂവ് ചെയ്യാം. അതായത് ഓൾറെഡി 3n ആയിരുന്നു അവൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അതിൽ നിന്ന് ഞാൻ എത്ര റെസ്ട്രിക്റ്റ് ചെയ്തു? ഒരെണ്ണം റെസ്ട്രിക്റ്റ് ചെയ്തു. ഒരെണ്ണത്തിൽ കൂടെ പോകാൻ പാടില്ല, എക്സ് ആക്സിസ് എന്നുള്ള ആക്സിസിൽ കൂടെ പോകാൻ പാടില്ല എന്ന് ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോൾ അതിനെ ഞാൻ 1 എന്ന് കൊടുത്തു, അതായത് ഒരു റെസ്ട്രിക്ഷൻ ഞാൻ കൊടുത്തു. അപ്പോൾ 3n - 1. അപ്പോൾ ഞാൻ 2 റെസ്ട്രിക്ഷൻ കൊടുക്കുക, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും പോകാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ? ആ മോളിക്യൂളിൽ എങ്ങനെ പോകാൻ പറ്റുള്ളൂ? ആകെ ഇസഡ് ആക്സിസിൽ കൂടെ മാത്രമേ അതിന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ എങ്ങനെ വരും? 3n - 2. ആ 2 എവിടെ നിന്നാണ് വന്നത്? എത്ര റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന്. എക്സ് ആക്സിസിലും റെസ്ട്രിക്ഷൻ ഉണ്ട്, വൈ ആക്സിസിലും റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പം ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ നമ്മൾക്ക് നോക്കുമ്പോൾ എത്ര? 3n - 2. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കേസ് തന്നെ നമുക്ക് പറയാം. നമ്മുടെ സാധാ ലോജിക്ക് വെച്ചിട്ട് ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അതിന് ഏതൊക്കെ ഡിഗ്രീസിൽ പോകാം? എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലും അവന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 3 × 1 ആണ് അവിടുത്തെ റെസ്ട്രിക്ഷൻ. അത് റെസ്ട്രിക്ഷൻ ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3 × 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ദാറ്റ് ഈസ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത കേസിൽ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ ആ പോർഷനിലേക്ക് അവന് മൂവ് ചെയ്യാനേ പറ്റത്തില്ല. ബാക്കി എത്ര പോർഷനിലേ അവന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ? 3 ഒരെണ്ണം റെസ്ട്രിക്റ്റ് ചെയ്തു, ബാക്കി എത്രയേ ഉള്ളൂ? 2. അപ്പോൾ ആ 2 എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ടോട്ടൽ 3 × 1 ആയിരുന്നു അവന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഞാൻ ഒരെണ്ണം റെസ്ട്രിക്റ്റ് ചെയ്തു, -1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതായത് ഇപ്പോൾ എക്സ് ആക്സിസാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതെങ്കിൽ വൈ ആക്സിസും ഇസഡ് ആക്സിസും അവന് മൂവ് ചെയ്യാം. ഇനി 2 റെസ്ട്രിക്റ്റ് ചെയ്തു, 2 റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ വൈ ആക്സിസും
എക്സ് ആക്സിസും റെസ്ട്രിക്റ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഇസഡ് ആക്സിസ് മാത്രമേ അവന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടോട്ടൽ 3x1 ആയിരുന്നു ഡിഗ്രി ഓഫ് ഫ്രീഡം. അതിൽ 2 ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? 3ന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി ഒരെണ്ണേ ഉള്ളൂ. ആ ഒരെണ്ണം ഏതായിരിക്കും? ഇസഡ് ആക്സിസിൽ കൂടെ ആയിരിക്കും അവന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കോമൺലി അല്ലെങ്കിൽ ജനറലി നമ്മൾ എഴുതുന്ന ഇക്വേഷനാണ് F is equal to 3n minus r, where r is called ഒന്നെങ്കിൽ റെസ്ട്രിക്ഷൻ എന്ന് പറയാം, ഇല്ലെങ്കിൽ r is the number of independent constraints. കൺസ്ട്രെയിൻ എന്നുള്ള വാക്ക് കണ്ട് പേടിക്കേണ്ട, കൺസ്ട്രെയിൻ മീൻസ് റെസ്ട്രിക്ഷൻ എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ ഓരോ കാര്യത്തിനും ഇപ്പോൾ റെസ്ട്രിക്ഷനിന് ഇപ്പം ഒരു കേസിലാണ് പറഞ്ഞത്, അതായത് ഒരു മോളിക്യൂള് ഇരുന്ന സമയത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഇത് രണ്ടെണ്ണം വരുന്നതായിരിക്കാം, 2 മോളിക്യൂൾസ് വരുന്നതൊക്കെ ഇതിനകത്ത് പ്രോബ്ലംസ് ആയിട്ടോ ഒക്കെ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ 2 മോളിക്യൂള് വന്നിരിക്കുക, അതായത് ഡൈ അറ്റോമിക് ആയിട്ടുള്ളൊരു മോളിക്യൂള്. ഈ മോളിക്യൂളിന് ഇതിനൊരു കൺസ്ട്രെയിൻ ഉണ്ട്, കൺസ്ട്രെയിൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതാണ് ഈ ബോണ്ട് പറയുന്നത്. ബോണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു അട്രാക്ഷൻ ആയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ ഉണ്ട്. അത് അതിൻ്റെ റെസ്ട്രിക്ഷനാണ്, അതിനെ മൂവ് ചെയ്യാൻ അനുവദിക്കാത്തൊരു ഫോഴ്സാണ് അവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ബോണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ എന്താ, ഒരു റെസ്ട്രിക്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ റെസ്ട്രിക്ഷൻ ആറിൻ്റെ വാല്യൂ അപ്പോൾ എത്രയാണ്? 1. അതായത് ഒരു ബോണ്ടേ ഉള്ളൂ, അപ്പോൾ അവിടുത്തെ ആറിൻ്റെ വാല്യൂ 1, അവിടുത്തെ റെസ്ട്രിക്ഷൻ 1 ആണ്. അപ്പോൾ ബാക്കിയുള്ള ഇതിലൊക്കെ അതിന് മൂവ് ചെയ്യാം. ബാക്കിയുള്ള 3n എന്നുള്ള അത് ബാക്കിയെല്ലാം അവർ മൂവ് ചെയ്യാം വിത്ത് 1 റെസ്ട്രിക്ഷൻ, അവന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്ര വരും? 3n മൈനസ് r ആണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ F is equal to 3 into n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദാറ്റ് എന്നുള്ളത്, നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻറ്റു 2 മൈനസ് റെസ്ട്രിക്ഷൻ 1. അപ്പോൾ 6 മൈനസ് 1 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടും. അപ്പം 5 ആയിരിക്കും ഇവരുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പം ഡയറ്റോമിക് ആണെങ്കിൽ അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 5 ആയിരിക്കും. നെക്സ്റ്റ് നമുക്കുള്ളത് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ തിയറി, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. അപ്പോൾ ഇക്വിപാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ പാർട്ടീഷനിങ് അല്ലെങ്കിൽ ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എനർജിയെ ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്, ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. അപ്പോൾ ഈ ലോ പറയുന്നത് ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ദാറ്റ് if a system is in equilibrium at absolute temperature T, the total energy is distributed equally in different degrees of freedom, the energy in each degree of freedom being equal to half kBT. അപ്പോൾ ഇത് കേട്ട് പേടിക്കാനൊന്നുമില്ല. ശരിക്കും നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, അതിന് മൂവ് ചെയ്യാനുള്ള ആ ഒരു ഏതൊക്കെ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും പോകുമ്പോൾ അതിന് എനർജി ഉണ്ടാവുമല്ലോ, ആ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവിടുത്തെ അതിൻ്റെ എനർജി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പാർട്ടിക്കിൾ എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു എനർജി ഉണ്ട്. ഇപ്പോൾ വൈ ആക്സിസിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു എനർജി ഉണ്ട്. ഇസഡ് ആക്സിസ് ആണെങ്കിൽ അതിന് വേറൊരു എനർജി ഉണ്ട്. അപ്പോൾ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത് ഏത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിലും അതിന് ഈക്വലി ആണ് എനർജി ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന്. അതായത് ഇസഡ് ആക്സിസ് ആയാലും വൈ ആക്സിസ് ആയാലും എക്സ് ആക്സിസ് ആയാലും അതിലേക്ക് ആ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ട്. എല്ലാത്തിനും ഈക്വലി ആണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് എത്ര വീതം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹാഫ് kBT എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഡെറിവേഷൻ ഒന്നുമില്ല, ഈക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഹാഫ് kBT ആണ് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഉള്ള എനർജി. അപ്പോൾ നമുക്ക് 3n ആണെങ്കിൽ എത്ര വരും? 3 × 1/2 kBT എന്ന് വരും. അപ്പോൾ 3/2 kBT എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് വഴിയെ നോക്കാം, അത് നമുക്ക് പ്രോബ്ലമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഹാഫ് ഇൻറ്റു കെ ക്യാപിറ്റൽ ബി എഴുതാറുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ പല രീതിയിൽ ഡിനോട്ട് ചെയ്യാറുണ്ട്. ചിലയിടത്ത് ഹാഫ് KT എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്, ചിലപ്പം ഹാഫ് കെ സ്മോൾ ബി ടി ആയിരിക്കും കൊടുത്തിരിക്കുന്നത്, ചിലയിടത്ത് ഹാഫ് kBT എന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിലും ഈക്വലി ആണ് എനർജിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇക്വി പാർട്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എനർജിയെ ഈക്വലായിട്ട് പാർട്ടീഷൻ ചെയ്ത് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് കൊടുത്തിരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ ഈക്വൽ അല്ലെങ്കിൽ ഇക്വി പാർട്ടീഷൻ തിയറി അല്ലെങ്കിൽ ഇക്വി പാർട്ടീഷൻ ലോ എന്ന് നമ്മൾ പറയും.
അപ്പോൾ അത് എത്ര വീതം ഡിവൈഡ് ചെയ്തിരിക്കുന്ന എനർജി ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഹാഫ് kBT വെച്ചിട്ടാണ് എനർജി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഇക്വേഷൻ കണ്ടാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഡിനോട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ടി ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു, ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ടി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി കെ ബി എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കെ ബി എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റൻ്റ്. അപ്പോൾ ചിലയിടത്ത് കെ മാത്രമേ കാണുള്ളൂ, ചിലയിടത്ത് കെ ബി ആയിട്ട് തന്നെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ദിസ് ഈസ് ദ ബോൾസ്മാൻസ് കോൺസ്റ്റൻ്റ് ആണ് കെ ബി എന്ന് പറയുന്നത്. ആൻഡ് ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് വാല്യൂ 1.3806 ഇൻറ്റു 10⁻⁻23 ജൂൾ പെർ കിലോഗ്രാം. അപ്പോൾ ഇവിടെ 10⁻⁻23 ആണ്. അവഗാഡ്രോ നമ്പറുമായിട്ട് തെറ്റിപ്പോരുത്. 10⁻⁻23 ആണ് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. അവഗാഡ്രോ നമ്പർ നെഗറ്റീവ് വരത്തില്ല, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പം ഇവിടെ നെഗറ്റീവ് വരും. ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് 10⁻⁻23 ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് 1.38 ഇൻറ്റു 10⁻⁻23 ജൂൾ പെർ കെൽവിനാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കെ ബിയുടെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് എനർജി എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഹാഫ് kBT എന്നുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഹാഫ് kBT. അപ്പോൾ 3 ഉണ്ടെങ്കിൽ 3 ഇൻറ്റു ഹാഫ് kBT എന്ന് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിനകത്ത് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പഠിച്ചു, പിന്നെ ഇക്വി പാർട്ടീഷൻ തിയറി പഠിച്ചു, ഡിഗ്രി ഓഫ് ഫ്രീഡം പഠിച്ചു. അപ്പം ഇനി അടുത്തത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള വാക്കായിരിക്കും, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളത്. അപ്പം if we heat a sample of gas by keeping its volume constant, the heat supplied is used to increase its internal energy only. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷേ അത് വേറൊരു രീതിയിലാണ് കെമിസ്ട്രി പഠിക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുക ഒരു ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വോളിയത്തിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുക. അതായത് വോളിയം മാറാതെ നമ്മൾ എന്ത് ചെയ്യുക, കോൺസ്റ്റൻ്റ് ആക്കി കീപ്പ് ചെയ്തിരിക്കുക. ദ ഹീറ്റ് സപ്ലൈഡ് ഈസ് യൂസ് ടു ഇൻക്രീസ് ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഒരു പാത്രത്തിൽ ഇപ്പം എന്തെങ്കിലും ഗ്യാസോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഇതിനെ ഞാൻ ക്ലോസ്ഡ് കണ്ടെയ്നറിനകത്ത് ഗ്യാസ് എടുത്തിട്ട് ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലോസ്ഡ് കണ്ടെയ്നറാണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം വിൽ നോട്ട് ചേഞ്ച്, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പം വോളിയം കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുക, ഇതിനെ ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്, ഈ മോളിക്യൂൾസ്, അതിനകത്തുള്ള മോളിക്യൂൾസ് ഈ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇതിൻ്റെ എന്ത് കൂട്ടും, ഇൻറ്റേർണൽ എനർജി കൂട്ടും. അതായത് ആദ്യമേ വോളിയം അല്ല ചേഞ്ച് ചെയ്യുന്നത്, പകരം എന്ത് ചെയ്യും, ഇതിനകത്ത് ഈ ഓരോ മോളിക്യൂളിന് കിട്ടാവുന്ന എനർജി എന്ത് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓരോ മോളിക്യൂൾസിൻ്റെയും ഇൻറ്റേർണൽ എനർജി കൂട്ടും. അതായത് ഇതിന് അക്വയർ ചെയ്യാവുന്ന എനർജി അത് കൂട്ടും. ആൻഡ് ഇൻറ്റേർണൽ എനർജി ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ യു. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ എനർജി ഇതിനകത്ത് യു എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ യു എന്ത് ചെയ്യും, റൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, വോളിയം ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് വെൻ വി ഹീറ്റ് ദ സാമ്പിൾ വാട്ട് വിൽ ഹാപ്പൻ, ഈ ഇൻറ്റേർണൽ എനർജി വിൽ ഇൻക്രീസ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി മാത്രമേ അവിടെ ഇൻക്രീസ് ആവുന്നുള്ളൂ. ദസ് വി ഹാവ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു NCV ഡെൽറ്റ ടി. അപ്പോൾ ഇത് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന ഇക്വേഷനാണ്. ഇവിടെ CV എന്ന് പറഞ്ഞാൽ എന്താ, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയം എന്നല്ല എടുത്തത്. അപ്പോൾ ഇവിടെ CV ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. CV ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഇത് കെമിസ്ട്രിയിലുള്ള ഇക്വേഷൻ കൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു NCV ഡെൽറ്റ ടി. അപ്പോൾ ഇവിടെ CV എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് N മോളിക്യൂൾസിൻ്റെ ഇവർ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു മോളിക്യൂളും ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു മോൾ സബ്സ്റ്റൻസ് ഉള്ള സമയത്ത് അതിൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ നോക്കുക. അപ്പം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്നിന് 1 കൊടുത്താൽ CV ഡെൽറ്റ ടി എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവിടെ നിന്ന് എനിക്ക് CV കണ്ടുപിടിക്കാം. അപ്പോൾ CV ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. അപ്പം CV ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. അത് നമുക്കൊരു ഇക്വേഷൻ പോലെ ആക്കുവാണെങ്കിൽ എന്ത് പറയാം, ഇക്വേഷനെ നമ്മൾ ഡെഫിനിഷൻ രൂപത്തിലാക്കുവാണെങ്കിൽ എന്ത് പറയാം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് എ കോൺസ്റ്റൻറ്റ് വോളിയം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി വിത്ത് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിനെ ഡെഫിനിഷനായിട്ട് പറയുവാണെങ്കിൽ CV ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the change in internal energy
അറ്റ് എ ഗിവൺ ഇൻ്റർവൽ ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ് എ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ ഫ്രം T1 to T2 എന്ത് വേണേ ആവാം. ഒരു ഡെൽറ്റ ടി ടെമ്പറേച്ചർ ചേഞ്ച് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇൻറ്റേർണൽ എനർജി ചേഞ്ചിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കാം അതിൻ്റെ. അതായത് ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു മോളിക്യൂളിൻ്റെ എനർജി ഫോർ എക്സാമ്പിൾ ഒരു 20 ജൂളായിരുന്നു. ആ എനർജി എന്തായിട്ട് റൈസ് ചെയ്യും? ഒരു 30 ജൂളായിട്ട് റൈസ് ചെയ്തു. അപ്പോൾ റൈസ് ചെയ്ത് വന്നപ്പോൾ 20 to 30 റൈസ് വന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയത് ചിലപ്പം 30 ഡിഗ്രി സെൽഷ്യസ് ടു 31 ഡിഗ്രി സെൽഷ്യസിലേക്കായിരിക്കും റൈസ് വന്നിരിക്കുക. ടെമ്പറേച്ചർ റൈസ് വന്നിരിക്കുന്നത് 30 to 31 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ ടി എത്രയാണ്? ഡെൽറ്റ ടി വിൽ ബി 1 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ഇവിടുത്തെ എനർജി ചേഞ്ച് എത്രയാണ്? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 10 ജൂൾ. അപ്പോൾ ഇവിടുത്തെ സി വി എങ്ങനെ കണ്ടിരിക്കും? സി വി ഈസ് ഈക്വൽ ടു 10 ജൂൾ ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കൺവേർഷൻ നോക്കിയിട്ട് വേണം ഡിഗ്രി സെൽഷ്യസിനെ കൺവേർഷൻ ചെയ്ത് അത് കെൽവിനിലേക്ക് മാറ്റിയിട്ട് ആൻസർ എഴുതാം. അപ്പോൾ അങ്ങനെയാണ് സി വി കണ്ടുപിടിക്കാം. അപ്പോൾ സി വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡി യു ബൈ ഡി ടി എന്ന് നമുക്ക് പറയാം.